ഇന്ത്യ എന്നത് ഒരു രാഷ്ട്രത്തിന്റെ പേരായിരുന്നു, ഇപ്പൊ അതൊരു മുന്നണിയുടെ പേരാണ്. വാസ്തവത്തിൽ അതൊരു സംസ്കാരത്തിന്റെ പേരായി മാറുകയാണ് വേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഗാന്ധിയുടെ ശിഷ്യനായി വന്ന നെഹ്റുവിന് ഗാന്ധിയോട് പല കാര്യങ്ങളിലും യോജിപ്പുണ്ടായിരുന്നില്ല. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ടായിരുന്ന ഒരാളല്ല ഡോക്ടർ BR അംബേദ്കർ. ഇവരോടൊന്നും ഐക്യമില്ലാതിരുന്ന സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നു. അതിന്റെ പേരാണ് ലിബറലിസം. കഥയമമ കഥയമമ കഥകൾ അതിസാദരം, കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവര എന്ന് എഴുത്തച്ഛൻ എഴുതുന്നുണ്ട്. അതേപോലെ ഏത് എതിർ ശബ്ദം കേൾക്കാനും തയ്യാറുള്ള വലിയൊരു ആനച്ചെവിയുടെ പേരാണ് ലിബറലിസം. അങ്ങനെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുന്നു, എല്ലാ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം ഒറ്റ ലക്ഷ്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നായി വാസ്തവത്തിൽ ഇന്ത്യ എന്ന സങ്കല്പം മാറേണ്ടതുണ്ട്. അങ്ങനെ ഇന്ത്യ എന്നത് ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിനപ്പുറം ഒരു ഇന്ത്യൻ സംസ്കാരമായി അത് വളരുകയാണെങ്കിൽ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ സാധിച്ചാൽ, ശശികുമാർ സാർ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ തോറ്റു എന്ന് കരുതുന്നവർ ജയിച്ചു എന്ന് കരുതുന്ന ആ കരുതൽ കുറെ കൂടി കരുത്തുള്ള ഒന്നായി തീരുകയും ഇന്ത്യ തീർച്ചയായും സർവൈവ് ചെയ്യുകയും ചെയ്യും എന്ന ശുഭാപ്തിബോധമാണ് എനിക്കുള്ളത്.